ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ കറിക്കോണ്. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു 4 മണി പലഹാരമാണ്, പക്കവട. ഇത് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പക്കവടയാണ്. ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും, പുറത്ത് ലെയർ മുഴുവൻ നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും. ചായക്കൊപ്പമൊക്കെ നല്ല ഒരു അടിപൊളി സാധനമാണ്. അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഒരു ക്ലീൻ ബൗളെടുത്ത് അതിലേക്ക് 1 കപ്പ് കടലമാവ്, 1 കപ്പ് അരിപ്പൊടി, 1 കപ്പ് പൊട്ടുകടലപ്പൊടി എന്ന് ഈ 3 പൊടികളും ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഒരു സ്പൂൺ കൊണ്ട് നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതാണ് മെയിൻ മാവ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പക്കവടയ്ക്ക്. ഇനിയിപ്പോൾ ഇതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിപ്പോൾ നമ്മൾ ആദ്യം തന്നെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവാണ്. ബേക്കിംഗ് സോഡ ഒരു പിഞ്ച് ആവശ്യമുണ്ട്. പിന്നെ ആവശ്യത്തിന് കായത്തിൻ്റെ പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യ് ആവശ്യമുണ്ട്. ഞാനിവിടെ ചെറിയ ഉള്ളിയാണ് ഉപയോഗിക്കുന്നത്. സവാളയെങ്കിലും കുഴപ്പമില്ല. ഒരു 10 ചെറിയ ഉള്ളി നീളത്തിലരിഞ്ഞത്, പിന്നെ മല്ലിയില ചെറുതായി കൊത്തി അരിഞ്ഞ് 1 ഇഞ്ച് ഇഞ്ചി, പിന്നെ കറിവേപ്പിൻ്റെ ഇല, പിന്നെ കുറച്ച് കാഷ്യൂ നട്ട്സും. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 2 പച്ചമുളകും ചെറുതായി കൊത്തി അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ സോഫ്റ്റ് പക്കവട ഉണ്ടാക്കാൻ ഒരു പേസ്റ്റ് തയ്യാറാക്കണം. അതിന് 1 ടേബിൾ സ്പൂൺ നെയ്യ് എടുത്ത് ഒരു ക്ലീൻ ബൗളിൽ ചേർത്ത് കൊടുക്കണം. ഇതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്ത് ഈ സ്പൂണുകൊണ്ട് ഇങ്ങനെ ഇളക്കി കൊടുത്ത് നല്ലൊരു പേസ്റ്റിൻ്റെ പരുവത്തിൽ ആക്കിയെടുക്കണം. ഇതിലിപ്പോൾ നെയ്യിന് പകരം ബട്ടർ ആയാലും കുഴപ്പമില്ല. നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള നെയ്യും ബേക്കിംഗ് സോഡയും ഇങ്ങനെ സ്പൂൺ കൊണ്ട് നല്ലോണം മിക്സ് ചെയ്യുമ്പോൾ നല്ല കളറൊക്കെ മാറി ലൈറ്റ് യെല്ലോ കളറായി നല്ലോണം ഒരു പേസ്റ്റ് പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള മാവ് ഇതിൽ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഒരു സ്പൂൺ കൊണ്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കണം. പിന്നെ തിൻ സ്ലൈസായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയുള്ളിയും ഇഞ്ചിയും പച്ചമുളകും നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള മാവിലേക്ക് ചേർത്ത് കൊടുക്കണം. പിന്നെ ഈ സ്പൂൺ അങ്ങ് മാറ്റി വെച്ച് നമ്മൾ കൈ കൊണ്ട് തന്നെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ചേർത്തിട്ടുള്ള ചെറിയുള്ളിൻ്റെയും ഇഞ്ചിൻ്റെയും പച്ചമുളകിൻ്റെയും ഫ്ലേവർ ഈ മാവിലോട്ട് നല്ലോണം മിക്സായി ചേർന്ന് കിട്ടും. ഇതൊക്കെ നന്നായി മിക്സായി കഴിഞ്ഞതും നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിയിലയും കറിവേപ്പിൻ്റെ ഇലയും പിന്നെ കാഷ്യൂ നട്ട്സും ഇതിൽ ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും പിന്നെ ഒരു 1/4 ടേബിൾ സ്പൂൺ കായത്തിൻ്റെ പൊടിയും ചേർത്ത് കൊടുക്കണം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ കൈകൊണ്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറേശ്ശെ വെള്ളം എടുത്ത് തെളിച്ച് ഇതിൽ മിക്സ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. മാവിലോട്ട് വെള്ളം ചേർക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം. കുറേശ്ശെ എടുത്ത് ഇങ്ങനെ തെളിച്ച് മാത്രമേ മാവ് കുഴയ്ക്കാൻ പാടുള്ളൂ. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മൾ ഉണ്ടാക്കുന്ന പക്കവടയ്ക്ക് കറക്റ്റ് ടെക്സ്ചർ കിട്ടുള്ളൂ. ഇപ്പോൾ നമ്മൾ തയ്യാറാക്കിയ മാവ് റെഡി ആയിട്ടുണ്ട്. ഇതിൽ നിന്ന് ചെറിയ ഉരുളകളായിട്ട് എടുത്ത് ഉരുട്ടി റെഡി ചെയ്ത് എടുത്ത് വെക്കണം. ഇതേപോലെ കുഞ്ഞു ബോൾസ് ആയിട്ട് റെഡി ചെയ്ത് എടുത്ത് വെക്കണം. എന്നിട്ട് ഇതൊക്കെ ഡീപ് ഫ്രൈ ചെയ്ത് എടുക്കേണ്ടതാണ്. ഒരു പാനിൽ എണ്ണ ചൂടാക്കി ഡീപ് ഫ്രൈ ചെയ്ത് എടുക്കണം. ഞാനിവിടെ ഉപയോഗിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. ഇങ്ങനെ നല്ലോണം ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ ഡീപ് ഫ്രൈ ചെയ്ത് എടുക്കണം. ഇതിൻ്റെ ഔട്ടർ ലെയർ നല്ല ക്രിസ്പി ആയിട്ടും അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടും ഉണ്ടാവും. ഇത് ചായക്കൊപ്പം പറ്റിയ നല്ലൊരു സ്നാക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം. ലൈക്ക് ചെയ്യണം. ഫ്രണ്ട്സിനോടും ഫാമിലീസോടും ഒക്കെ ഷെയർ ചെയ്യണം. പുതിയതായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. മറക്കാതെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം. എൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ ഉടൻ തന്നെ നിങ്ങൾക്ക് വന്ന് ചേരുന്നതാണ്. അടുത്ത ഒരു പുതിയ വീഡിയോയുമായി നിങ്ങളെ കാണുന്നവരെ നന്ദി, നമസ്കാരം.